ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഹെയർ കെയറിൻ്റെ ചാലഞ്ച് ഡേ സെക്കൻഡ് ഡേ ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ കുറേ മുന്നേ വീഡിയോ എടുത്ത് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വീക്സ് മുന്നേ. അപ്പം 2 വീക്സ് ഏകദേശം ഒരു മന്തിൻ്റെ അടുത്തൊക്കെ ആവാനായി ഹെയർ കട്ട് ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഹെയർ കെയർ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുന്ന അന്ന് വീഡിയോ എടുത്താണ്. പക്ഷേ എങ്കിൽ വീഡിയോ ആയിട്ട് ഞാനൊന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെ റിസൾട്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ റിസൾട്ടൊക്കെ ഭയങ്കരമാണ്. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ നല്ല ബേബി ഹെയർസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും ഇവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ ബേബി ഹെയർസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഹെയർ കട്ട് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ ഹെയർ കട്ട് ചെയ്തത്, ഇനി മുടി നീളൂലാന്ന്. പക്ഷേ എങ്കിൽ ഞാൻ കട്ട് ചെയ്തത് തന്നെ ഒരു നല്ല ലെവലിൽ നീളാൻ വേണ്ടിയിട്ടാണ്. ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ടാണോ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹെയർ കട്ട് ചെയ്തതും നല്ലോണം ഹെയറിന് നല്ല കെയറിങ് കൊടുക്കാനൊക്കെയാണ് കട്ട് ചെയ്തത്. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പം ഞാൻ ഇത്രയും ദിവസം ഞാൻ ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇതാ കേട്ടോ. ഇവിടെയൊക്കെ ബേബി ഹെയർസും നല്ല രീതിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ ഒരു ഹെയർ കെരാറ്റിൻ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹോം കെരാറ്റിൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കെരാറ്റിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർ കൂടെ ചെയ്യുക, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കട്ടോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. തലേന്ന് ഞാൻ ഒരു ടീസ്പൂണ് ഉലുവയും കൂടി സമത്തിൽ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. കഴുകിയിട്ടാണ് ഇട്ട് വെച്ചത്. അപ്പോൾ നല്ലോണം പൊതിർന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി തലേ ദിവസം തന്നെ ഒരു കപ്പ് ചോറ്, നല്ല ഒരു 2-3 സ്പൂണ് ചോറും കൂടിയാണ് ഞാൻ എടുത്തത്. പിന്നെ അതേമാതിരി തേങ്ങ നമുക്ക് ആവശ്യമുണ്ട്. 2 സ്പൂണ് തേങ്ങയും വേണം. അപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എടുത്തിട്ട് ഒരു തോർത്തും കൊണ്ട് വെച്ചിട്ട് നമ്മൾ നല്ലോണം അതിൻ്റെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് അരച്ച് വരെ അരയ്ക്കാൻ വേറെ എക്സ്ട്രാ വെള്ളം എടുക്കുന്നില്ല. ഉലുവയും ഉഴുന്നും ഇട്ട ഈ വെള്ളം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം അടിച്ചിട്ട് നല്ലോണം തരിച്ചൊരു തോർത്ത് വെച്ച് നല്ലോണം തരിച്ചെടുത്തതാണ് കേട്ടത്. കുറച്ച് പ്രയാസമുള്ള പണിയാണ് അരിച്ചെടുക്കൽ. അങ്ങനെ ചെയ്താലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ നമ്മുടെ ഹെയറിന്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഈ പാക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഹെയറിലെ കുടുക്കൊക്കെ തീർത്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. നല്ല രീതിക്ക് തന്നെ കുടുക്ക് പോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നല്ല രീതിക്ക് കുടുക്കെല്ലാം തീർത്തതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ തേക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കരിഞ്ജീരകത്തിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മതി, കുറച്ച് തേച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലോണം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പം ഞാൻ ഒന്നരാടം വെച്ചിട്ടാണ് തല നനയ്ക്കൽ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ് നമ്മുടെ ഹെയറിന്. അപ്പോൾ ഞാൻ ഒന്നരാടം വെച്ചിട്ടാണ് ഹെയറൊക്കെ നനയ്ക്കാറ് കേട്ടോ. പക്ഷേ മേല് കേൾക്കാൻ നമുക്ക് ഹെയർ നനയ്ക്കുമ്പോൾ നമുക്ക് ഒന്നരാടം വെച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഹെയർ ഫോള് കുറയ്ക്കാൻ കഴിയും കേട്ടോ. ഞാൻ നല്ലോണം ഇവിടേക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കലുണ്ട്. അതുകൊണ്ടാണോ ബേബി ഹെയർസ് ഉണ്ടായത് അറിയില്ല. നല്ല രീതിക്ക് തന്നെ ഈ ഭാഗം ഇവിടേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുഞ്ചത്തൊക്കെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കെരാറ്റിൻ ഉണ്ടാക്കി വെച്ച ഈ ബാറ്റർ യൂസ് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ സ്കാൽപ്പിൽ തേക്കുക. അതിന് ശേഷം ഹെയർ മുളകി തേച്ചാൽ മതി. പിന്നെ അതേമാതിരി ലോങ് ഹെയർസ് ഉള്ളവർക്ക് ആണെങ്കിൽ ഞാൻ എടുത്തതിനെക്കാളും കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അങ്ങനെയാകുമ്പോൾ ഹെയർ ഫുൾ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹെയറിനനുസരിച്ചിട്ടാണ് ഒരു ക്വാണ്ടിറ്റി എടുത്തത്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ഹെയർ നല്ല സെക്ഷൻ ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറേയൊക്കെ ഹെയറിലേക്ക് ഫില്ലാവും. പിന്നെ ഹെയറിൽ തേച്ചതിന് ശേഷം ഹെയർ നല്ലോണം സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കുക. ചുരുളുമ്പോൾ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല. സോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരു 15 മിനിറ്റോളം തലയിൽ പിടിപ്പിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് നല്ലോണം വാഷ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതാ നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ വാഷ് ചെയ്യണ പോലെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരവസ്ഥയാണ് കേട്ടോ ഇത്. ഇതാ അടിപൊളിയായിട്ട് കാണാം. സോഫ്റ്റ് ആൻഡ്
സ്മൂത്തി സിൽക്കി ഹെയർ ആയിട്ടുണ്ട്. അടിപൊളി പാക്കാണ്. അപ്പോൾ ഇതുവരെ ആരും കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒന്നും നാച്ചുറലായിട്ട് ചെയ്യാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പാക്കാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഹെയറിന് നല്ലൊരു ഹെൽത്തി ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹെയർ വാഷ് ചെയ്ത സമയത്ത് തിക്നെസ്സൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഹെയറൊക്കെ. ഇതാ നമ്മളെന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പം തലേദിവസം ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അത്ര റിസൾട്ട് പ്രതീക്ഷിച്ചില്ല. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നാച്ചുറൽ കെരാറ്റിൻ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളും ചെയ്തു നോക്കുക. പിന്നെ അതേമാതിരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.